എല്ലാ കാലത്തും അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ഇവിടെ വരുമ്പോൾ കാശ്മീരിൽ ആക്രമണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. തഹാവൂർ റാണയെ ഇവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ അവിടെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള ആരോപണം, വിമർശനം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടത് കൂടിയുണ്ട്. അതും ഇതിൽ ഒരു ലക്ഷ്യമാവാം. കാരണം വളരെ സജീവമായി രാജ്യം മുഴുവൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. നമ്മൾ യുദ്ധം വന്നാലും നേരിടുമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ആളുകളെ ഈ നിരാശയിൽ നിന്ന്, ഒരുപക്ഷെ കാരണം ഇവിടെ കയറി വന്ന് അടിച്ചിട്ട് പോയില്ലേ, അതിൻ്റെ ഒരു നിരാശയുണ്ടാവുമല്ലോ, ആ നിരാശയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടാവാം. അതല്ലാതെ അതിൻ്റെ ഒറ്റ കാര്യം കൂടെ പറയാം സനീഷേ, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത്, അല്ലെങ്കിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ വളർച്ചാ നിരക്കിനെ കുറിച്ചാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി എടുത്തുയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത്. ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നേട്ടങ്ങളായിരിക്കുമോ പിന്നെ എടുത്തു കാട്ടാൻ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ഈ നേട്ടങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു ശ്രമം BJP സർക്കാർ നടത്തുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്.